നമസ്കാരം. വാസ്തുമണ്ഡലം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്നോടൊപ്പം ഈ വാസ്തുമണ്ഡലം പരിപാടിയിൽ ഇന്നുള്ള ആചാര്യൻ നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. വാസ്തുശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള, അതിനേക്കാളുപരി വാസ്തുശാസ്ത്രത്തിൽ പരിചയം, സമ്പത്ത്, അതിൻ്റെ ഒരു നിറകുടമായി മാറിയിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ മുരളീധരൻ സാറാണ്. സാറ് ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാസ്തു ശാസ്ത്രത്തെക്കുറിച്ച് സാറിന് ഉള്ള അറിവ് എനിക്ക് തോന്നുന്നു മറ്റാരെക്കാളും അതിവിദഗ്ധമായി നിരവധി പുസ്തകങ്ങളിലൂടെ ജനപദത്തിലേക്ക് എത്തിച്ച ഒരു മാന്യ വ്യക്തി കൂടിയാണ് നമ്മുടെ മുരളി സാറ്. സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതിയാണ് അദ്ദേഹം. മാത്രമല്ല വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റ്. ഇപ്പോഴും അതിൻ്റെ അമരത്ത് തന്നെ തുടരുന്ന സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാറ്, വാസ്തുശാസ്ത്രം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നിരിക്കുന്നു. മാത്രമല്ല ഇപ്പം പണ്ടൊക്കെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്തിരുന്നത് മൂത്താശാരിമാർ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ. നമുക്ക് ഈ വാസ്തുശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സ്ഥപതി എന്നൊക്കെ പറയുന്ന വാക്ക് അന്ന് ഇത്രത്തോളം പരിചയമല്ല. പക്ഷേ ഇന്ന് സാറൊക്കെ ഈ ഫീൽഡിലേക്ക് വന്ന് നിരവധി ബുക്കുകളിലൂടെ നമ്മളെയൊക്കെ ആ ഇതിലേക്ക് ആനയിച്ചപ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രസക്തി ഇന്ന് ഏറ്റവും അധികം. സാറേ, എന്താണ് വാസ്തുശാസ്ത്രം എന്നുള്ളതും ഈ കലികാലത്ത് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും എന്തു പറയുന്നു സാർ? അതായത് വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും പണ്ടും ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ തച്ചുശാസ്ത്രത്തിലാണ് പണ്ട് കാലത്ത് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നത്. വിദഗ്ധരായ തച്ചന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവരെയൊന്നും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവരൊക്കെ ഇന്ന് അതേ രീതിയിലുള്ള തച്ചന്മാരുണ്ടോയെന്ന് കേട്ടാൽ സംശയമാണ്. കാരണം അത്ര വിദഗ്ധമായ രീതിയിലാണ് അന്നത്തെ വർക്കുകളെല്ലാം നടന്നത്. ഇന്നും കാണുമായിരിക്കാം, എങ്കിലും ക്ഷേത്രങ്ങൾ ചെയ്യുന്ന ഇപ്പോഴും അവർ തന്നെയാണ്. പണ്ടത്തെ വിദഗ്ധന്മാരാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അത് ഒരു സമയത്ത് ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ വരവോടുകൂടി ആ പണ്ടത്തെ തച്ചുശാസ്ത്ര സംബന്ധമായിട്ടുള്ള, അതായത് പണ്ടത്തെ തടി കൊണ്ടുള്ള നിർമ്മാണത്തിന് ഒരു മറ വന്നു. അപ്പോൾ പിന്നെ എല്ലാം തന്നെ മോഡേൺ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി എല്ലാം എലിവേഷനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കാണാൻ ഭംഗിയുള്ള കോൺക്രീറ്റ് വീട്ടിൽ പണി എങ്ങനെയും വളച്ചോ ഒടിച്ചും മറിച്ചൊക്കെ വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹത്തിൽ താമസിച്ച് തുടങ്ങിയപ്പോൾ പല ആൾക്കാർക്കും പലവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും തോന്നി. അസുഖങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പരസ്പരം ഒരു ശത്രുമനോത്തോടുകൂടി വീടിനകത്ത് പെരുമാറുക. ഇതോടുകൂടി ഇപ്പോൾ ആൾക്കാർ ചിന്തിച്ച് ഇതെന്താണ് സംഭവം. തീർച്ചയായിട്ടും. അപ്പോൾ പണ്ട് കാലത്ത് താമസിച്ചിരുന്ന വീട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. വീണ്ടും ഇത് ജനങ്ങൾ ഈ ശാസ്ത്രത്തിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെ തുടർന്നാണ് കുറച്ചുകൂടെ ഈ വാസ്തുശാസ്ത്രം ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു ക്ഷേത്രമായിരുന്നാൽ 100% വാസ്തുശാസ്ത്രം കൃത്യമായിരിക്കണം. എന്നാൽ നമുക്ക് റെസിഡൻസ് പർപ്പസ്, അതായത് സാധാരണ നമ്മൾ വസിക്കുന്ന ഗ്രഹങ്ങളാണെങ്കിൽ ഒരു 70% ധാരാളം മതി. ഇപ്പോൾ 2 സെൻറ്റ് 3 സെൻറ്റും ഒക്കെ വീട് വയ്ക്കുമ്പോൾ അതിൽ 100% വാസ്തു ഉൾക്കൊള്ളാമെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ക്ഷേത്രത്തിന് അതല്ല. ക്ഷേത്രത്തിന് പരിപൂർണമായിട്ടാണ് യാതൊരു വെള്ളം ചേർക്കാനും പറ്റില്ല. അത് അന്നും ഇന്നും അത് തന്നെയാണ്. അത് തച്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആ നിൽക്കുന്ന കണക്ക്. വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് കോൺക്രീറ്റ് വീട് അതാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ശാസ്ത്രം തന്നെയാണ്. അത് അന്നും ഇന്നും നടക്കുന്നത് തന്നെയാണ്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പല കാര്യങ്ങളും നിരീശ്വരവാദികൾ പലതും ഉണ്ട്. അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, ഇല്ലാത്തൊരാരും തന്നെ ഇത് അടിച്ചേൽപ്പിക്കുന്നില്ല. അല്ല, ഇതൊരു ശാസ്ത്രം ആണല്ലോ സാർ. ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ഇത് പാരമ്പര്യമായി ഇത് വന്നു. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഴയ വിദഗ്ധരായ തച്ചന്മാർ, അവർ, എനിക്കറിയാം, ഈ അടിച്ചുകൂട്ട് എന്നൊക്കെ പറയുന്ന രീതി, അതൊക്കെ ഇന്നുള്ള ഈ നമ്മുടെ മരപ്പണിക്കാർക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ ആൾക്കാരെ കുറച്ചൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. കണക്കും ആ കൂട്ടിച്ചേർക്കുന്നതും ഒക്കെ ഒരൊറ്റ തട്ടിൽ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്ന. അല്ല, അവർ പഠിക്കാൻ വേണ്ടി എൻ്റെ കോളേജിൽ തന്നെ വരുന്നുണ്ട്. അവരാൾക്കാർ ഇതിൻ്റെ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി കോളേജിൽ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അല്ല, പണ്ടത്തെ അവരിൽ നിന്ന് കണ്ടാണ് പല ആൾക്കാരും. ഞാൻ കുറേ കാര്യങ്ങൾ പണ്ടത്തെ തച്ചന്മാരെന്ന് കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പല കാര്യങ്ങൾ. അപ്പോഴും എപ്പോഴും തന്നെ
ഒരു വിദ്യ പഠിക്കുന്നത് ഇന്നാരിൽ നിന്ന് മാത്രമൊന്നുമല്ല, എല്ലാ ആൾക്കാരിൽ നിന്നും പഠിക്കാം. ഇതിലിപ്പോൾ ഈ ഫീൽഡിൽ നമ്പൂരിമാർ മുതൽ എല്ലാ താഴോട്ടുള്ള എല്ലാ ജാതിയിൽപ്പെട്ടവരും ആശാരിമാരും എല്ലാവരും തന്നെ ആർക്കും അറിയും. വിദ്യ എന്ന് പറഞ്ഞാൽ ആരെയും ഒരു കുത്തകയല്ല, ആണോ? അല്ല, ഒരിക്കലുമല്ല. എല്ലാവർക്കും കൈകാര്യം ചെയ്യുന്ന പ്രായവുമില്ല. ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നവർ പോലെയാണ് അതിൻ്റെ കൈകാര്യം. നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുമാണ് ഉള്ളത്. സാർ, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ സമയം ഒരു ശബരിമല സീസണിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ വിവാദങ്ങളൊക്കെ പോട്ടെ, നമ്മൾ വിവാദങ്ങളില്ല, ഭക്തിയുടെ കാര്യത്തിലേക്ക് ആണ് വരുന്നത്. ഇന്നും നമ്മൾ പത്രത്തിൽ കാണുന്ന അഭൂതപൂർവമായ ജനക്കൂട്ടം, അത് ശരിക്കും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുക, അതിനുള്ള വിഷമം. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്കറിയാം, എല്ലാ മാസങ്ങളിലും 5 ദിവസം നട തുറക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ഡലകാലത്ത് തന്നെ പോയി തൊഴണം എന്നുള്ളവരുണ്ട്, തീർച്ചയായിട്ടും അവരെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് ശബരിമലയിൽ ഇപ്പം ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചോ അല്ലെങ്കിൽ വേണ്ടവരുമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ച് ഈ 5 എന്നുള്ളത് അല്പ ദിവസം കൂട്ടിയാൽ ഈ ആൾക്കൂട്ടത്തിനൊരു ശമനം വരില്ലേ സാർ? അല്ല, ഈ കാര്യം മുൻപ് ദേവസ്വം ബോർഡ് ആലോചിച്ച് തന്നെയാണ്. പിന്നെ ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ വീണ്ടും അത് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 5 ദിവസം എന്നുള്ളത് ഒരു 3 ദിവസം കൂടെയെങ്കിലും കൂട്ടുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒന്നുമില്ലെങ്കിലും കേരളത്തിലുള്ള ആൾക്കാർ ഇവിടെ ഇടിയും തളലൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് തൊഴാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നവർ അവരൊരു ദേശീയമായിട്ട് വരുന്നവരാണ്. അത് 1-2 ദിവസം. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് പോയി വൈകുന്നേരം തൊട്ട് തിരിച്ചു വരണം, സുഖപ്രദമായ ദർശനത്തിന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ. എന്നാൽ ശബരിമല ആധികാരികമായിട്ട് വളർത്തുന്ന ആരെന്ന് ചോദിച്ചിരുന്നാൽ മറ്റുള്ള സംസ്ഥാനത്തുള്ളവരുടെ ഫണ്ട് തന്നെയാണ്. ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ഉണ്ട് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ 5 എന്നുള്ളത് 10 ദിവസമോ അല്ലെങ്കിൽ അത്രയല്ലെങ്കിലും ഒരു 8 ദിവസമോ ആക്കുന്നത് വളരെ നല്ലതാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് വേണമെങ്കിലൊരു ദേവപ്രശ്നമാണെങ്കിൽ എടുക്കാം. അല്ല, ഇതിലിപ്പോഴേ ദേവപ്രശ്നം ആവശ്യം വരുന്നില്ല, കാരണം അയ്യപ്പൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പണ്ട് കാലത്തെ ഇന്നത്തെയും കാലം ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റം അനിവാര്യമാണ്, കാലത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും. ഇപ്പോഴും ഈ പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം, എൻ്റെ ഒരു ഓർമ്മ ഞാൻ പുറകിലേക്ക് പോകണം. ഞാൻ ആദ്യകാലം എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് 1957 ഞാൻ ആദ്യമായിട്ട് ശബരിമല മല ചവിട്ടുന്ന ഇന്നത്തെ മലയൊന്നുമല്ല, പുൽമേട് വഴിയാണ്. അപ്പോൾ അന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട്, മുമ്പേ വന്ന് പാട്ടയടിച്ചാണ് പോകുന്നത്. അപ്പോൾ മറ്റുള്ള ആൾക്കാർ വരാൻ കാത്തു നിൽക്കും. കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ വണ്ടിപ്പരിവാരം വഴി പിന്നെ എസ്റ്റേറ്റ് റോഡ് വഴി നേരെ കറങ്ങിയാൻ കയറും. പുല്ല് വളർന്ന് കിടക്കണം, വരിവരിയാണ് പോകുന്നത്. ഇന്നത്തെ പോലെ ആഹാരസ്ഥാനം കൊണ്ടുപോകേണ്ട വലിയ കലങ്ങളും ചട്ടിയും എല്ലാം ചുവന്ന് കൊണ്ടുപോകണം, അല്ല ഒന്നും വഴിയിലൊന്നും കിട്ടില്ല. വളരെ ദുർഘടമായ വനത്തിൽ കൂടെയാണ് നടന്ന് പോകേണ്ടത്. അന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3-4 വർഷം ആരില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എരുമേലി റൂട്ട് കറക്റ്റായിട്ട് വന്നു. പിന്നെയാണ് ചാലക്കയം വന്നത്. ഈ ചാലക്കയം റൂട്ട് വന്നതിന് ശേഷമാണ് ഈ ശബരിമലത്തെ ഒരു ഡെവലപ്മെൻറ്റ് സ്കീം വന്നു. ചാലക്കയം വന്നു, പിന്നെ പമ്പ റോഡ് വന്നു, പമ്പയിലേക്ക് റോഡ് വെട്ടി. അപ്പോൾ ഇതോടുകൂടിയൊക്കെ തന്നെയാണ് നമ്മൾ ശബരിമല കുറേ മാറ്റങ്ങൾ വന്നത്. മാറ്റങ്ങൾ വന്നെങ്കിലും ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ ആ വികസനം ഏകദേശം അനുബോധം പോലെ നിൽക്കുകയാണ്. പിന്നെ വലുതായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് അർത്ഥം. നമ്മുടെ മാസ്റ്റർ പ്ലാൻ സംബന്ധമായ കുറേ വികസനങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ തന്നെയും ആധികാരികമായിട്ടുള്ള വികസനം എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നാൽ അത് ഇപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രപതി അവിടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി വന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൗരനാണ്, പ്രധാന പൗര. അവർ വന്നു കഴിഞ്ഞു. എൻ്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രിയും വരണം കേട്ടോ. പ്രധാനമന്ത്രി അതെ, അദ്ദേഹം കൂടെ വരാമെങ്കിൽ ഞാൻ മനസ്സിൽ കരുതുന്നത് ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും. അങ്ങനെ മാറിയാൽ സത്യം തീർച്ചയായിട്ടും ഈ ഫോറസ്റ്റുകാരുടെ അതിപ്രസരമുള്ള ഡെവലപ്മെൻറ്റ് ഒന്നും അവിടെ നടക്കാത്തത്. ഒരു കാര്യം ശബരിമല ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദം വേണം, അവരൊന്നിനും സമ്മതിക്കില്ല. ഒരു 2 സെൻറ്റ് അങ്ങോട്ട് കയറണമെങ്കിൽ പ്രശ്നത്തോടെ പ്രശ്നം കോടതിയെ കേസായി പറ്റും. അത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാമെങ്കിൽ ഈ ഇവരെ കൊണ്ടുള്ള ശല്യങ്ങളെല്ലാം മാറും. രണ്ടും സർക്കാരിൻ്റെ അല്ലേ സാർ? അതെ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരണം. അത് അയ്യപ്പൻ കൂടെ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഇതൊക്കെയാണെങ്കിലും
ഓരോ നമ്മൾ ദൈവത്തിനായിരുന്നാലും മനുഷ്യനായിരുന്നാലും ഓരോ സമയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അത് സത്യം തന്നെയാണ്. അതിലേക്ക് വരും. ഇപ്പോൾ ഒന്നാമത് കലിയുഗ കാലമാണല്ലേ? അതെ, കലിയുഗ വരദനാണ്. കലിയുഗ വരദനാണ് അദ്ദേഹം. അപ്പോൾ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് വരാമെങ്കിൽ 1-ാം ഗേറ്റ് നിലയ്ക്കലും 2-ാം ഗേറ്റ് പമ്പൈ. ഇപ്പോൾ പിന്നെ നമ്മുടെ ജയകുമാർ സാർ ആ പരിപാടിയിലേക്ക് വല്ല പരിപാടി മുമ്പോട്ട് പോകുന്നുണ്ട്. 1-ാം ഗേറ്റ് പരിപൂർണമായിട്ടും നിലയ്ക്കൽ സജ്ജീകരിച്ചിട്ട് 2-ാം ഗേറ്റ് പമ്പയിൽ വെച്ചുള്ള അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരു അമിതമായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവിടെ നിയന്ത്രിക്കണം. അവിടെ നിയന്ത്രിച്ച് ഇങ്ങോട്ട് കയറ്റിവിടത്തക്ക സൗകര്യം വരണം. ഒരുപാട് ഇപ്പോൾ സമ്പത്തും കാര്യങ്ങളും ഇപ്പോഴും മരക്കൂട്ടമായിരിക്കുന്നു. അതെ, നമുക്ക് സ്ഥലം കിട്ടാമെങ്കിൽ അത് സ്ഥല സൗകര്യം. സാർ മരക്കൂട്ടം സാർ പറഞ്ഞതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ നമുക്ക് ഈ ഒരു ആധുനിക സൗകര്യങ്ങൾ, അതായത് റോപ്പ് വേയോ അല്ലെങ്കിൽ വണ്ടി വഴിയോ മരക്കൂട്ടം വരെ ആയിക്കൂടെ? തീർച്ചയായിട്ടും. ഇപ്പോൾ പിന്നെ റോപ്പ് വരുന്നുണ്ട്. പമ്പയിൽ നിന്നാണ് ഹിൽ ടോപ്പിൽ നിന്ന് ആരംഭിച്ച് അത് പിന്നെ ഈ മരക്കൂട്ടത്തിൻ്റെ വരുന്നുണ്ട്, ഒരു പോസ്റ്റ് പുറയിലേക്കും വരുന്നുണ്ട്. അതിലിപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആദ്യത്തെ സ്കീം വരുന്നത്. പക്ഷേ അത് പോരെന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. ഈ പ്രായമുള്ള ആൾക്കാർ, ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. ചെറുപ്പക്കാരൊക്കെ നടന്നു വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ചെറുപ്പക്കാരൻ നടക്കും, കൊച്ചു കുട്ടികളും ഓടി നടക്കും. ഈ ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞുള്ള ആൾക്കാർക്ക് അയ്യപ്പനെ തൊടണം ഭയങ്കര ആഗ്രഹമായിരിക്കും. അവരെ കൂടെയൊക്കെ ഈ റോപ്പിൽ കൊണ്ടുവത്തക്ക രീതിയിൽ അതൊക്കെ നടക്കും. ഇപ്പോൾ ആദ്യം സാധനങ്ങൾ കൊണ്ടുവരാമെന്നുള്ള പരിപാടി ഇട്ടിരുന്നാൽ പോലും അതും കൂടെ ഒരു സൗകര്യം എടുക്കും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നാണ്. ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പറയും മരക്കൂട്ടം എന്ന സ്ഥലത്ത് കുറച്ച് ഫോറസ്റ്റിൻ്റെ അനുഭവത്തോട് കുറേ സ്ഥലം നമുക്ക് കിട്ടിയാൽ. സാർ നമുക്കൊരു കോളുണ്ട്. ഹലോ 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 ആ കേൾക്കാമോ? കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ ഹലോ ആ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആ മുരളി സാറുണ്ട്, ചോദിച്ചോളൂ. പറഞ്ഞോളൂ ഹലോ കേൾക്കാം. പറഞ്ഞോളൂ കേൾക്കാം. കേൾക്കാം. ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. സാറേ, ഈ എൻ്റെ ഒരു ഡൗട്ട്, ഈ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ വയ്ക്കാവുന്ന ചെടികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ചെടികൾ വയ്ക്കാവുന്ന? നമുക്ക് കന്നിമൂല എന്ന് പറഞ്ഞാൽ നിരതി കോണാണ്. അത് രാഹുവിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം അത് നിരതി കോണായിട്ടാണ് കണക്കെടുക്കുന്നത്. വാസ്തുതല സങ്കല്പത്തിൻ്റെ പാദം വരുന്ന ഭാഗമാണ്. അത് രാഹുവിൻ്റെ സ്ഥാനമാണ്. ആ ഭാഗത്ത് നമുക്ക് നല്ല പൂക്കളുള്ള ചെടികളോ തുളസിയോ തെറ്റി മന്ദാരം ഇങ്ങനെയുള്ള ഈ ചെടികളെല്ലാം തന്നെ നമ്മൾ നടാം. ഈ വലിയ ചെടികൾ ഒഴിവാക്കുക. മുള്ളുള്ള ചെടികൾ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ സാധാരണ പൂക്കളുള്ള നല്ല ചെടികളൊക്കെ അവിടെ കന്നിമൂലയിൽ വരുന്നത് ഏറ്റവും ഉത്തമമാണ്. പോസിറ്റീവ് എനർജി ക്രിയേറ്റിംഗ് കേട്ടോ. ഓക്കെ, വളരെയധികം നന്ദി വിളിച്ചതിന്. അപ്പോൾ സാർ നമ്മൾ പറഞ്ഞു വന്നത് മരക്കൂട്ടത്തെ വാഹന സൗകര്യം റോപ്പ് വേ. അതെ, നമുക്കിപ്പോഴും മരക്കൂട്ടത്ത് കുറേ സ്ഥലം നമുക്ക് കിട്ടാമെങ്കിൽ നമുക്ക് ഈ പ്രായമുള്ള ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയും അത്യാവശ്യം ഈ വാഹനത്തിൽ തന്നെ ചെറിയ വാഹനത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി വന്ന വാഹനം ഇനി ഉയരെ കയറി വന്നിട്ടുണ്ട്. അത് സുഖമായിട്ട് കയറി വരും, തടസ്സമൊന്നുമില്ല. പിന്നെ ഒന്നും തന്നെ പാടില്ല എന്നൊരു ഹൈക്കോടതി വിധിയുണ്ട്. ആ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വാഹനം സാധാരണ അവിടെ കൊണ്ട് കയറാത്ത ആൾക്കാർ കയറി വരാത്തത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്കീം വരാമെങ്കിൽ ഈ ഒരു പരിധി വരെ പിന്നെ നടന്ന് കയറാൻ ഹെലിപാഡ് വരെ സൗകര്യമാണ്. പണ്ടത്തെ ഒരു ഹെലിപാഡ് അവിടെ ഉണ്ട്, കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്. അതെ, അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് ഈ പിന്നെ ഫോറസ്റ്റിൻ്റെ അനുവാദം കിട്ടാമെങ്കിൽ ഈ ഭാഗത്തും നമ്മുടെ മരക്കൂട്ടം കുറേ ഡെവലപ്പ് ചെയ്തിട്ടെടുക്കണം. സാർ, ഇതിനോടനുബന്ധമായിട്ട് മറ്റൊരു അങ്ങ് തിരുപ്പതി സന്ദർശിച്ചിട്ടുണ്ടല്ലോ. പോയിട്ട് പണ്ടത്തെ തിരുപ്പതിയും ഇപ്പോഴത്തെ തിരുപ്പതിയും തമ്മിലുള്ള ഒരു താരതമ്യം ഇതിന്? അയ്യോ, അത് ആന ആടുമ്പോൾ വ്യത്യാസം അതിനും അപ്പുറമാണ്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു പിന്നെ എൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ 1965 ആണെന്ന് തോന്നുന്നു, 64-65 ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ എൻ്റെ അങ്കിളിൻ്റെ കൂടെ പോയിട്ടുണ്ട്, തിരുപ്പതി പോയിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കിയത് നടുക്കൂടെ പടിയാണ്, ഈ പടി കൂടെ കയറിയാണ് പോകേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തൊക്കെ തട്ടും. എന്നിട്ട് കുറേ നടന്നു പോകുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഏറ്റവും. പിന്നെ ഈ ഇട സൈഡിൽ ഒരു ചെറിയ വണ്ടി പോകുന്നതോ അന്നെന്തോ ഒരു ചെറിയ സൗകര്യമുണ്ട്. പക്ഷേ അന്നത്തെ ഇന്നത്തെയും കാര്യങ്ങൾ നോക്കാമെങ്കിൽ എന്തെല്ലാം മാറ്റം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സിറ്റുവേഷനാണ് അവിടുത്തെ മാറ്റം.
അത് ഇതുപോലെയല്ലേ, ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ മോശമായിട്ട് കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ നോക്കിയുള്ളൂ, ഇടത്തോടെ വൺ വേ, വലത്തോട് മറ്റേ, എന്ത് വിശാലമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ശബരിമല ഒരുപാട് സുഖ സൗകര്യങ്ങളെല്ലാം കൊടുത്താൽ പിന്നെ അവിടെ ആൾക്കാർ വരില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മിഥ്യാധാരണയാണ്. നമുക്ക് ഭക്തജനങ്ങൾക്ക് വരേണ്ട സൗകര്യങ്ങൾ കൊടുത്താൽ ഇന്നുള്ള പിന്നെ ആൾക്കാരുടെ വരവ് കൂടണം. മാത്രമല്ല നമുക്ക് ഈ 10 ദിവസമൊക്കെ മലയാള മാസം സുഖമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, വരുമാനവും കൂടും. അതിന് ഇപ്പം ശബരിമലയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതായത് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ വാസ്തു വിധാനത്തിൽ അതിനൊന്നും ഒരു ഇല്ല 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 അത് ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ടത് ഇതൊന്നും അല്ലല്ലോ. അല്ല, പലർക്കും ധാരണ അങ്ങനെയാണല്ലോ. വാസ്തു മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട അതിലേക്കൊന്നും അതിന് വരുന്നില്ല. ഇതെല്ലാം പുറത്തുള്ള സൗകര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ. പുറത്തുള്ള സൗകര്യം, അതായത് അവിടെ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല, താന്ത്രികമായിട്ടും ബന്ധമില്ല. ക്ഷേത്രങ്ങളുടെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ താന്ത്രികമായിട്ട് ബന്ധമുള്ളൂ. അവരുമായിട്ട് ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഈ വെളിയിൽ ഇരിക്കട്ടെ, വേറെ ആരോടെയും ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ ഗവൺമെൻറ്റാണ് വിചാരിക്കേണ്ടത്. ഇപ്പം അങ്ങ് വാസ്തുമണ്ഡലത്തിനെ കുറിച്ച് വരും. എവിടെയാണ് ഈ വാസ്തുമണ്ഡലം തുടങ്ങുന്നത് ആ ക്ഷേത്രത്തിൻ്റെ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വാസ്തുമണ്ഡലം ചുറ്റുമരെന്ന് പറയില്ലേ. അതെ, ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലാണ്. പണ്ട് കാലത്തൊക്കെ അവരൊരു മന കെട്ടിയിരിക്കും, അതിനകത്ത് തന്നെ പിന്നെ ഉപപ്രതിഷ്ഠകളും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ആ ഒരു മന കെട്ടിയെടുക്കുന്ന അതിനെയാണ് വീടായിരുന്നാലും ക്ഷേത്രം അതിനാണ് ഒരു വാസ്തു മണ്ഡലമായിട്ട് കണക്കെടുക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ശ്രീകോവിൽ കാണും, ഉപപ്രതിഷ്ഠകളെ കാണും, എല്ലാം. ചില സ്ഥലങ്ങളിൽ അത് പ്രൈവറ്റ് അമ്പലങ്ങളായിരുന്നാലും നമ്മുടെ ദേവസ്വം ബോർഡിനായാലും ഈ ഉപദേശ സമിതിയായിട്ട് ബന്ധപ്പെട്ട് ചെറുതായിട്ടിരിക്കുന്നതിന് ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറുപരീക്ഷ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റും എൻ്റെ വികസിക്കുമ്പോൾ അതിനതിൻ്റെ പ്രത്യേക കണക്കൊക്കെ കൊടുക്കും. ആ കണക്കും പ്രകാരം ചുറ്റമ്പലമൊക്കെ വരുമ്പോൾ വെളിപ്പൽ പൂരൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലം അവർ വാങ്ങി ചേർത്ത് വലുതാക്കിയ സംഭവങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ. അല്ല, അങ്ങനെ ശ്രദ്ധയപ്പെട്ടിരിക്കും. 18-ാം പടി, പൊന്നു 18-ാം പടിയുടെ മുകളിൽ കൂടി ഒരു ഇത് ചെയ്തു പുതിയതായിട്ട്, ഇല്ലേ? കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു എനിക്ക്. അത് 2 വർഷമായി. 2 വർഷം പടികെട്ട് അത് തന്നെ. അതായത് അതിന് മുൻകാലത്ത് ഒരു ഗ്ലാസ് ടോപ്പാണ് ഇട്ടിരുന്നത്. അതെ, ഗ്ലാസ് ടോപ്പ് ഇട്ടുന്ന ആ ഗ്ലാസ് മുഴുവൻ പായൽ പിടിച്ച് സൂര്യകിരണങ്ങളിൽ നിന്ന് 18-ാം പടിയിൽ ഏൽക്കാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ആ റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ അത് ആ ഗ്ലാസ് ടോപ്പ് ഇളക്കി മാറ്റി. അപ്പോൾ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ മാത്രമേ അത് അങ്ങോട്ട് ചെന്ന് ചലിക്കുന്നതാണ്. അപ്പോൾ അപ്പോഴും നമുക്ക് സൂര്യപ്രകാശം പകൽ വേണം മാറ്റിയിടാം, മഴയിൽ മനം കൂട്ടിയിടാം, അങ്ങനെ എല്ലാത്തിനും സൗകര്യമുണ്ട്. അതിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് വാസ്തുവിൻ്റെ ഇത് നോക്കിയിട്ട് തന്നെയാണ്. ശബരിമലത്തെ കാര്യങ്ങൾ, ശബരിമലത്തെ ഒരുപാട് കാര്യങ്ങൾ വാസ്തുശാസ്ത്ര ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ലാന്ന് ഒരു കാര്യം അവിടെ ചെയ്യാറില്ല. ഇല്ല, കാരണം സ്ഥപതിമാർ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കൂടിയാലോചിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യും, അല്ലാന്നും കാര്യങ്ങളവിടെ പോകില്ല. ചിലപ്പോൾ എല്ലാ അമ്പലങ്ങളിലും വളരെ തിക്കാണ്, വളരെ തിരക്കാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ ഈശ്വര ദർശനം നടത്തുന്നതല്ലേ സാർ നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് നല്ലത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഉത്സവ സമയത്ത് നമ്മളിപ്പോൾ കേരളത്തിലല്ല, അത് ഏറ്റവും കൂടുതൽ ഈ നോർത്ത് ഇന്ത്യൻ വടക്കൻ കേരളങ്ങളിലാണ് വടക്കേ ഇന്ത്യയിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിപ്രശ്നമായ അങ്ങ് ഈ തമിഴ്നാട്ടിലും ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ ആൾക്കാർ ഇടിച്ചും കയറിയാണ് കേട്ടോ. ഈ മലയാളികൾ അങ്ങനെ ആദ്യമൊന്നും ഇടിച്ചൊന്നും കയറി പോകില്ല. അവരവരെ ശരീരം കൊണ്ട് നോക്കും, അവർ കുറച്ച് മാറി നിളയും. ഇത് മറ്റതങ്ങനെയല്ല, അങ്ങ് അവരെ ഒന്നും നോക്കില്ല. അവരെ എത്തേണ്ട ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തിരിച്ചും ഇടിച്ചും നേരെ പോകുന്നൊരു പ്രവണതയുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റായിട്ടാണ് വരുന്നത്. ഈ ശാന്തമായ രീതിയിലുള്ള ദർശനം എന്ന് പറയുന്നത് അത് രാവിലെ നമുക്കൊരു ക്ഷേത്രം വീട്ടിൻ്റെ അടുത്തുണ്ടെന്ന് വെച്ചോളൂ. ഒരു ക്ഷേത്രം വീട്ടിൻ്റെ അടുത്തുണ്ട്. നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണപ്രദമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുള്ള ഒരു എനർജി എന്ന് ചോദിച്ചിരുന്നാൽ രാവിലെ തന്നെയാണ്. രാവിലെ കുളിച്ച് ശുഭവസ്ത്രം, നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് ഒരു ശാന്തമായ മനസ്സോടുകൂടി ദേവീ ദർശനമായിരുന്നാലും ശരി, ദേവൻ്റെ ദർശനമായിരുന്നാലും ശരി, അവിടെ പോയി തൊഴുത് ശാന്തമായ രീതിയിൽ വരുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും എടുക്കാനുണ്ട്. അങ്ങനെയാണ് എന്നും പറഞ്ഞ് വൈകുന്നേരം പോകല്ലേ എന്നല്ല അർത്ഥം. വൈകുന്നേരത്തെ കാട്ടി നല്ലത് രാവിലെയാണ്. രാവിലത്തെ ക്ഷേത്ര ദർശനം നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും. എനർജി തീർച്ചയായിട്ടും. നമ്മുടെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ മനസ്സിലാവും. ആ ചുറ്റുമുള്ള ബ്രാഹ്മിൺസ് അവർ കൃത്യമായിട്ട് രാവിലെ വന്ന് ദർശനം നടത്തും.
വൈകുന്നേരം ക്ഷേത്രം ചെയ്യില്ലെന്നല്ല അർത്ഥം പറയുന്നത്. അതെ, മനസ്സിലായി. ഏറ്റവും നല്ലത് രാവിലെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ശരീരം ശുദ്ധമായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് രാവിലത്തെ ദർശനം. നമ്മൾക്ക് ഒരുപാട് കാര്യമുണ്ട്. പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതൽ കിട്ടും. ഒരു മനസ്സമാനം കിട്ടുന്ന അന്തരീക്ഷത്തിൽ നിന്ന് രാവിലത്തെ ദർശനം എന്ന് പറയുന്നത്. പിന്നെ ഈ ഉത്സവ സമയത്ത് പല ആൾക്കാരും മനസ്സുകൊണ്ട് കരുതുന്നത് ഇന്ന് അവിടെ ഉത്സവം ഇന്ന വിശേഷ ദിവസമാണ്, അവിടെ പോയി തൊഴുതാൽ കൂടുതലൊരു എനിക്ക് ഒരു അനുഗ്രഹം കിട്ടും എന്നൊരു മിഥ്യാധാരണയുണ്ട്. അത് വെറുതെയാണ്. പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. അതായത് ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് പൂജകൾ കൂടും പല രീതിയിലുള്ള. അങ്ങനെ ഒരു എനർജി ഫ്ലോ കൂടുകയും ചെയ്യില്ല എന്ന് പറയുന്നില്ല. എന്നാൽ അതിൻ്റെ ഒരു 50 ഇരട്ടി 100 ഇരട്ടി ആൾക്കാരാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വേടിയില്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. നമ്മുടെ ശുദ്ധമായിട്ട് നമ്മുടെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു വലിയ തള്ളില്ലാതെ പോയി ഭഗവാനെ ദർശിച്ചിരുന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന ശ്രീകോവിലിൽ നിന്ന് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ഇടിയും തള്ളും വേർപ്പും അതും ഇതും നമ്മൾ കൈയെടുത്തേക്ക് പോകുമ്പോൾ ഒരുത്തൻ സൈഡിൽ കൂടെ തട്ടി ഇങ്ങനെ ഒരു ദർശനം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ഈ ആൾക്കാർ മനസ്സിലാക്കണം, ശാന്തമായ രീതിയിൽ ദർശനം നടത്തണം, അല്ലാതെ ഇടിയും വെള്ളം പോകരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഈ ശബരിമല തന്നെ ഈ അമിതമായ തളില്ലാത്ത എത്രയോ ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമുക്ക് ദർശനം നടത്താം. എല്ലാം കൂടെ ഇപ്പോഴെന്നെ ഈ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് കയറിയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. എൻ്റെ അറിവിൽ ഇപ്പോഴിത്ര ഈ 1-ാം തീയതി വന്ന് ഇത്രയും ഒരു തള്ളൽ ഇതിനു മുമ്പ് ഒരിക്കലും എൻ്റെ അറിവിലില്ല. ഇത്രയും കൂട്ടാൻ സാധാരണ ഈ നട തുറക്കും ഫസ്റ്റിലൊക്കെ പിന്നെ മണ്ഡലപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഒരു 10,000-50,000 40,000 ഇങ്ങനെ താഴേക്കാണ് ആൾ വന്നുകൊണ്ടിരുന്നത്. അത് കുറച്ച് കൂടി പോയി 1,00,000 വരെയൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കും? 2 ലക്ഷം ഒക്കെ ഒരുമിച്ച് വന്നാൽ ഇവിടെ ആരെയും കുറ്റം പറയാം. വിർച്വൽ ക്യൂവിൽ തന്നെ ഇപ്പം നിയന്ത്രണം വെക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഈ അമിതമായ നിയന്ത്രണം വന്നാൽ ഒന്നും സാധിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ മലയാള മാസം നട തുറന്നിരിക്കുമ്പോൾ ആവശ്യമുള്ള ആൾക്ക് അയ്യപ്പനെ ശരിയായിട്ട് തൊഴണം എന്നുള്ള ആഗ്രഹിക്കുന്ന അപ്പോൾ ആ സമയത്ത് തൊഴുന്നത്. അല്ല സാർ, ഈ പണ്ട് മുതലേ നമ്മുടെ ഭക്തർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ഡലം മകരവിളക്ക് എന്ന് പറയുന്നത് എന്തോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തോ പ്രത്യേകത ഉള്ളതുപോലെയാണ്. ഭഗവാൻ സാക്ഷാൽ അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ പവർ അവിടെ പോയിട്ടുള്ളവർ ശരിയാണ് സ്വയം മനസ്സിലാക്കിയിട്ടുള്ളവർക്കുണ്ട്. കലിയുഗവരതനായ അവിടെ പോകുന്നവരും അയ്യപ്പനും ഭക്തരും ഒന്നാണല്ലോ. അതാണല്ലോ തത്വമസിയുടെ അർത്ഥം തന്നെ അതാണല്ലോ. അതുകൊണ്ട് ശാന്തമായ സീസൺ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ മലയാള മാസത്തിൽ പിന്നെ നേരത്തെ എന്നോട് ചോദിച്ച പോലെ ഈ 5 ഉള്ളൂ, അത് കൂട്ടുന്നത് നല്ലത് തന്നെയാണ്. അത് കൂട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. കൂട്ടും നല്ലതാണ്, അതിനൊരു തുടക്കമാവട്ടെ നമ്മുടെ കേട്ട. അല്ല, അത് നല്ല കാര്യം തന്നെ. കൂട്ടം നല്ലതാണ്. നമുക്ക് എപ്പോഴും ക്രൗഡില്ലാതെ അയ്യപ്പ ദർശനം നടത്താൻ നല്ലത് തന്നെയാണ്. ഈ ഞാൻ അതാ പറഞ്ഞു, അയ്യപ്പ ക്ഷേത്രം മാത്രമല്ല ഏത് ക്ഷേത്രം ആയിക്കോട്ടെ അമിതമായ തള്ളും വെള്ളം പോകരുത്. ശാന്തമായ അന്തരീക്ഷത്തിലെ ഉത്സവം കാണാൻ പോകും, അത് കയറി വേസ്. അന്ന് തന്നെ ശ്രീകോവിലിനകത്ത് കയറി ഇടിച്ച് എനിക്ക് തൊഴുതേ പറ്റുള്ളതാണ്. ദർശനം കിട്ടാൻ സൗകര്യവും സാധനം പോയി തൊഴുക, അതില്ലാന്ന് പറയുന്നില്ല. ഇങ്ങനെ ചില നിർബന്ധ ബുദ്ധി ചില ആൾക്കാർക്കുണ്ട്. ഇപ്പോഴത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ പുതിയ വിശേഷവും കാര്യം ലക്ഷദ്വീപും കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട. തള്ളലിൽ പോകരുത്. നമ്മൾ തന്നെ ഈ തള്ളലിൽ പോയിട്ട് ആരെങ്കിലും ഒരാൾ കാല് തെറ്റി വീണാൽ ഈ പുറകെ പറഞ്ഞല്ല ആ വ്യക്തിയെ ചവിട്ടി പോകും. അതുകൊണ്ട് ജനങ്ങൾ ഒരിക്കലും തന്നെ ഇത് മറക്കരുത്, സംയമനം പാലിച്ച് തന്നെ പോകണം. ക്ഷേത്ര ദർശനം ഞാൻ ചോദിച്ചിട്ട് എന്തിനു വേണ്ടിയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സമാധാനം. ഞാൻ പറഞ്ഞ ദേവാലയങ്ങൾ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ദേവാലയമായിരുന്നാലും മുസ്ലിം ദേവാലയമായിരുന്നാലും ഹിന്ദു ഇത് ദേവാലയങ്ങൾ ആ വാക്കതാണ്. ഏതിനായാലും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതിനായിരുന്നാലും അമിതമായ തള്ളലുള്ളിടത്ത് നമ്മൾ കുറച്ച് മാറി നിൽക്കണം. ശാന്തമായ രീതിയിലുള്ള ദർശനത്തിന് മാത്രം അവസരം കിട്ടുമ്പോൾ അവിടെ പോവുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും തന്നെ ആ പോസിറ്റീവ് കിട്ടുക എന്നും ഒരിക്കലില്ല. നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സാണ് നമ്മുടെ പകുതി. നമ്മുടെ മനസ്സിൻ്റെ നമ്മൾ ഫേസ് ടു സ്റ്റോൺ, നമ്മുടെ മുഖവും. അതാണ് ഞാൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, എങ്ങനെയാണ് ദർശനം നടത്തുന്നത്? അല്ല, ഇപ്പോൾ പല ആൾക്കാരും ദർശനം നടത്തുമ്പോൾ വിഗ്രഹത്തിനെ നേരെ ചെന്ന് കയറി നിൽക്കും. കണ്ടിട്ടുണ്ടോ? 15 ഡിഗ്രി അല്പം ഒന്ന് നമ്മുടെ ഫേസ്, അത് മുഖവും വിഗ്രഹമായിട്ട് ബന്ധപ്പെടണം. ആണായാലും പെണ്ണായാലും ഈ കണ്ടത്തിൽ താഴെ മ്ലേച്ഛമായിട്ടും ഇതാണ് ശുദ്ധമായിട്ടുള്ളത്.
ആ മുഖമാണ് ഫേസ് ചെയ്യേണ്ടത്, വിഗ്രഹത്തിൽ പ്രതിഷ്ഠ ചെയ്യേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന എനർജി നമ്മുടെ ഈ പല ആൾക്കാരും ഇതിനകത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും വിശ്വാസത്തിനുമാവാം, അന്ധവിശ്വാസം ഒരിക്കലും പാടില്ല. നമ്മൾ വിശ്വാസം അന്ധവിശ്വാസങ്ങൾ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലല്ല, അങ്ങേ പോലുള്ള ആൾക്കാരാണ് പറയേണ്ടത്. അല്ലല്ല, തിരുത്തി പറഞ്ഞു കളയും. കാരണം നമ്മൾ കേട്ടോണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഞാൻ പുതിയ ക്ഷേത്രം എന്നാലും പഴയ ക്ഷേത്രങ്ങളും ഒട്ടനവധി ക്ഷേത്രങ്ങൾ ചെയ്യിപ്പിച്ചുള്ളതുകൊണ്ട് പരിചയമുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ദേവനായിരുന്നാലും ദേവിയായിരുന്നാലും നമുക്ക് പവറുണ്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ അവിടുത്തെ എനർജി ഫ്ലോ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ പോയി ക്ഷേത്രം ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. എന്നും പറഞ്ഞിട്ട് അന്ധമായ വിശ്വാസത്തിലൊന്നും പോകണ്ട. സാർ, ഇത് പറയുമ്പോൾ ഈ അന്ധമായ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് ഈ മിക്കവാറുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബ ആരാധന, തെക്കത്, മുടിപ്പുര എന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചില അവസരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും, പക്ഷേ ഇന്നത്തെ കാലയളവിൽ അതൊക്കെ പുനരുദ്ധരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതൊരു സത്യമുള്ള കാര്യം തന്നെയാണ്. ഇത് 21-ാം നൂറ്റാണ്ട്, നേരത്തെ പറഞ്ഞ കലിയുഗ കാലം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കലിയുഗ കാലത്ത് ജനങ്ങൾക്ക് ഭക്തി കൂടുമെന്നാണ് പറയുന്നത്. ഭക്തി കൂടും. വെള്ളത്തിലെ കുമിളകൾ പോലെ ദേവാലയങ്ങൾ മുളച്ചു പൊന്തും കലിയുഗത്തിൽ. വെള്ളത്തിൽ കുമിള. ഒരു മഞ്ഞ ലോകത്തിലൂടെ ആൾക്കാർക്ക് ആഗ്രഹം വർദ്ധിക്കും. മഞ്ഞലോകം സ്വർണ്ണം തന്നെ അല്ലേ? ഒരു സമയത്ത് ഈ മഞ്ഞലോകം കൊടുത്താൽ വിലയിട്ടില്ലാത്ത അവസരം വരുമെന്നാണ് പറയുന്നത്. ഈ മഞ്ഞലോകത്തിന് വിലയിട്ടാത്ത ഒരു അവസരം വരുമെന്നാണ്. അന്ന് ഇതിനെ വലിച്ചെറിയുന്നത്. കാരണം ആഹാരത്തിനായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വെള്ളത്തിനും ആഹാരത്തിനും ഇത് എപ്പോഴും ഇതൊക്കെ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ ഈ അമിതമായി ഒന്നും തന്നെ വലിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ പൈസയുടെ സമ്പത്തിൻ്റെ പുറകെ ആൾക്കാർ പരക്കാൻ പോയാണ്. ഈ കൈവത്തുള്ള കാര്യമാണ് പറയുന്നത്. ഒരു തലമുറയ്ക്കല്ല, 2 തലമുറയ്ക്കല്ല, 3 തലമുറയ്ക്കല്ല, കോടാനുകോടികൾ ഉണ്ടാക്കി വച്ചിരുന്നാലും സ്വന്തം ലോക്കറിൽ സ്വർണ്ണക്കട്ടിൽ ഉണ്ടാക്കി വച്ചിരുന്നാലും ആഗ്രഹം മാറുന്നു. ആഗ്രഹങ്ങളും അധികാരങ്ങളും ഒരിക്കലും തന്നെ ഒരു മനുഷ്യൻ, ഈ വ്യക്തി, ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒരിക്കലും തന്നെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ 95 വയസ്സായിരുന്നാലും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞു പോയതാണ്. അതായത് ഇന്നത്തെ സിറ്റുവേഷൻ ഇരുന്നാൽ അധികാരമോഹമാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ കലിയുഗ വർണ്ണന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനമല്ല പിന്നെ ഇതിൻ്റെ പറയുന്നത് തന്നെ. ഇതിൻ്റെ എല്ലാം അവസാനം പറയുന്നതെന്നറിയുമോ? ഭൂമി എന്നുള്ള ഗോളം 3 ഭാഗം വെള്ളമല്ലേ? അതെ, ഒരു ഭാഗമേ കാര്യമുള്ളൂ. ഈ പറയുന്നത് അവസാനം ഇതെല്ലാം കൂടെ മണ്ണടഞ്ഞ് പോകുമെന്നാണ് പറയപ്പെട്ടത്. വെള്ളം കയറി നശിക്കുമെന്നാണ് അത് എപ്പോഴും എന്നൊക്കെ അജ്ഞാതം. അതൊക്കെ ഈ പറയുന്ന ഓരോ ഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെ. അല്ല, അപ്പോൾ ഈ പഴയ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പഴയ പിന്നെ കുടുംബക്ഷേത്രം അത് പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പെരുമയും ഉള്ള വലിയ വലിയ തറവാടുകൾ, അവർ തെക്കഞ്ഞാൽ വീടിൻ്റെ പണ്ടത്തെ 4 കെട്ട് 8 കെട്ട് അതിൻ്റെയൊക്കെ തെക്ക് ഭാഗത്ത് തെക്കത് ആയിട്ട്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയെയോ അല്ലെങ്കിൽ ചില ആൾക്ക് കാവുകളുണ്ടാവും. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാഹുവിൻ്റെ സ്ഥാനമാണ്. അവിടെ കാവ് പരിപാലിക്കും. കാവിൽ നാഗരക്ഷി, നാഗരാജാവ്, നാഗരക്ഷി, നാഗന്നി എന്ന വിഗ്രഹങ്ങളൊക്കെ വച്ചിട്ട് ആരാധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് അന്ന് ഒരു സമയത്ത് ആഹാരത്തിനൊക്കെ ഭയങ്കര ക്ഷാമമുള്ള സമയമുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ആഹാരം അവർക്ക് വീട്ടിൽ കഴിയാനേ പൈസയില്ല. പിന്നെയാണ് ഇവിടുത്തെ വിളക്ക് കത്തിക്കാൻ എണ്ണ അതൊക്കെ വാങ്ങാൻ. ശരിയായിട്ട് പറഞ്ഞാൽ കരിന്തിരി കത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തറവാട് നശിച്ചു പോയിട്ടുണ്ട്. ആ നശിച്ചു പോയ കൂട്ടത്തിൽ ഒരുപാട് പെരുമയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. തറവാടുള്ള തെക്കതിൽ നശിച്ചു പോയിട്ടുണ്ട്. ആ കാലം മാറി. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ
ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ദേവപ്രശ്നമോ അല്ലെങ്കിൽ ജോത്സ്യൻ്റെ അടുത്ത് എത്തി അവർ പറയും നിങ്ങളുടെ കുടുംബത്തിനകത്ത് പരദേവതാ പ്രീതി വേണം, പരദേവത പ്രീതി വേണം. പണ്ട് കാലത്ത് അതുപോലെ അത് ശാപം കൊണ്ട് കിടക്കുകയാണ്, പ്രശ്നങ്ങളാണ്, നിങ്ങളെ അപ്പോഴാണ് ആലോചിക്കും അയ്യോ നമ്മുടെ ക്ഷേത്രം എവിടെ ഉണ്ടായിരുന്നു എന്ന് പോയി കണ്ടുപിടിച്ച് കുടുംബത്തിൽ അപ്പോൾ പറയും ഇവിടെ ഉണ്ടായി ഇടിഞ്ഞു പൊടിഞ്ഞ് പോയതാണ്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കി അവിടെ പഴയ ദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ കണ്ടുപിടി. ഞാനും കുറേ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, അടുത്ത ചോദ്യം അതാണ് സാർ, ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ സത്യം തന്നെയാണ്. എന്നാൽ ഇതിനകത്ത് വേറെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉദാഹരണം ദുർഗയുടെ പ്രതിഷ്ഠയാണ് ഇരിക്കുന്നത്, അവിടെ ആ ദേവി അമ്മ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി രണ്ടുപേരെന്താ ഒരുമിച്ച് മരിക്കേണ്ട ഗതികേട് വരികയാണെങ്കിൽ ഇവർ വെറുതെയെങ്കിലും ചിലപ്പോൾ തന്നെ ഏതെങ്കിലും ജോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ദേവപ്രശ്നം പറയും നിങ്ങളുടെ അവിടെ ഇരുന്ന ക്ഷേത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത്, യഥാർത്ഥമായിട്ട് പ്രതിഷ്ഠ അതല്ല, അവിടെ ഭദ്രയാണ് വരേണ്ടത്, ഭദ്രയാണ് പണ്ടിരുന്നത്, ഇത് നിങ്ങൾ മാറ്റണം എന്ന് പറയും. ഒരു കുരുക്കൂട്ടി വന്ന് എവരിഞ്ഞ് പോരും. വന്ന് കുടുംബമായിട്ട് എല്ലാവരും വിളിച്ചു കൂടി പറയും ഇവിടെ ഇരിക്കുന്നത് ദേവി ശരിയല്ല, ഇത് മാറ്റണം എന്ന് ഉടനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കാര്യമാണ് അതുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് പറയും ദേവിയന്മാരുടെ എളുപ്പവഴി ജലസമാധി, അതേ ഇരിക്കുന്ന വെള്ളത്തിന് മുക്കിക്കൊള്ളുക, ജലസമാധി ചെയ്തിട്ട് ആ ശ്രീകോലിനകത്ത് തന്നെ ഭദ്രയെ വച്ചിട്ടുണ്ട്. ഞാനത് വലിയ കർശനമായിട്ട് എതിർക്കുന്ന ഒരാളും കൂടെ. തീർച്ചയായിട്ടും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രത്യേകമായിട്ടൊരു ക്ഷേത്രം കെട്ടിയിട്ട് അവിടെ ഭദ്രയെ കൂടെ വയ്ക്കാമല്ലോ, അതെ, ഒരു കാര്യമില്ല. അല്ലാതെ ഇത്രയും കാലമായിട്ട് നമ്മൾ വച്ചാരാച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹത്തിനെ കൊണ്ട് ജലസമാധി നടത്തിയിട്ട് അവിടെ ഒരു വിഗ്രഹം കൊണ്ട് തിരിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 100 ഇരട്ടി ദോഷം ഉണ്ടാവും. സാറേ നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ, മുരളി സാറുണ്ട്, ചോദിച്ചോളൂ. ഹലോ സർ. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ സർ, ഇപ്പോ എന്റെ വീട്ടിലെ കാർ ഷെഡ് ഇരിക്കുന്നത് കന്നിമൂലയിലാണ്. അപ്പൊ അത് ഞാനൊരു ബുക്കിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ദോഷങ്ങൾ ഉണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് അറിയാൻ പറ്റുമോ? സാധാരണ കാർ പോർച്ച് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് വരാൻ ഒരിക്കലും പാടില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞ് വരേണ്ട ഭാഗമാണ്. അതായത് കഴിയുമെങ്കിൽ അത് മുറിയാക്കി എടുക്കുക. നമ്മളിപ്പോഴൊരു വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂമാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാർ പോർച്ചിനെ തന്നെ ഒരു മുറിയാക്കി മാറ്റുക. അല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് കാർ പോർച്ചിന് അനുയോജ്യ ഭാഗമേ അല്ല കന്നിമൂല എന്ന ഭാഗം, നിരതി കോണെന്ന ഭാഗം. നിങ്ങൾക്ക് കാർ പോർച്ച് വേണമെങ്കിൽ തൊട്ടിപ്പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗം എടുക്കാം, പുറകിലാണെങ്കിൽ തെക്ക് കിഴക്ക് മൂലഭാഗത്ത് എടുക്കാം. കാർ പോർച്ചിന് ഏറ്റവും ഉത്തമമായിട്ട് ഈ 2 ഭാഗമാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് എവിടെയായിരുന്നാലും നിങ്ങളുടെ അഡീഷണലായിട്ട് വീടിനോട് ചേർക്കാതെ പ്രത്യേകമായിട്ട് വണ്ടിയെടുത്തൊക്കെ സംവിധാനം ചെയ്യാം. ഇങ്ങനെ ചെയ്യും കേട്ടോ. ഒരിക്കലും തന്നെ കന്നിമൂല ഭാഗം കാർ പോർച്ചാക്കി എടുക്കരുത്. ഓക്കെ, താങ്ക് യു സാറ്. ഇപ്പം ഈ ചോദ്യത്തിന് അനുബന്ധമായിട്ട്, ഈ ഉത്തരത്തിന് അനുബന്ധമായിട്ട് സാറിൻ്റെ സാർ അവിടെ ഇപ്പം നമ്മൾ അങ്ങ് പറഞ്ഞ ഒരു മാസ്റ്റർ ബെഡ്റൂം, അത് ഒരു ഓഫീസ് റൂം ആക്കി എടുത്താൽ കുഴപ്പമുണ്ടോ? മുറി കെട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. അല്ല, മുറി കെട്ടി അല്ല, അങ്ങ് പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂം അതിപ്പോൾ നമ്മളൊരു ആദ്യമായിട്ട് പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസ് മുറി എടുക്കാൻ ഒരു കുഴപ്പമില്ല. ഓഫീസ് മുറിയാണെങ്കിൽ എങ്ങോട്ട് ദർശനമായിട്ടിരിക്കണം? നമുക്ക് ഉദാഹരണം പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ്. അപ്പോൾ പടിഞ്ഞാറാണ് പ്രധാനപ്പെട്ട പൂമുഖവാതിൽ. ഇത് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതെ, അതുകൊണ്ടാണ് പടിഞ്ഞാറ് ദർശനം എടുക്കുന്ന വീടാണ്. നമുക്ക് പ്രധാനപ്പെട്ട പൂമുഖവാതിൽ കൊടുക്കുന്നത് പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് അല്പം വടക്കോട്ട് മാറ്റിയാണ് പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാർ പോർച്ച് എവിടെ വേണമെന്നല്ലേ ചോദിച്ചത്. കാർ പോർച്ച് കൃത്യമായിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാം, കൊടുക്കാൻ പറ്റും. മറ്റേ ഈ കന്നിമൂല ഭാഗം ഇപ്പം കാർ ഷെഡ് ഉള്ള ഭാഗം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് അതിൻ്റെ വാതിൽ വടക്കോട്ട് വരണം. അതായത് നമ്മുടെ ദർശനം, നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ദർശനം പടിഞ്ഞാറോട്ട് വയ്ക്കുമ്പോൾ ഓഫീസ് നമ്മൾ സിറ്റ് ഔട്ടിൽ കൂടെ നേരെ ഈ കാർ പോർച്ചിൽ അവിടെ ചെയ്യുമെങ്കിൽ അതിൻ്റെ ദർശനം വടക്കോട്ടായി കൊടുക്കണം. അത് ഒരേ രീതിയിൽ കൂടെ 2, അത് നോസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, മുഖത്ത് മൂക്കുന്ന
അപ്പോൾ രണ്ടും പടിഞ്ഞാറോട്ട് ഒരിക്കലും കൊടുക്കരുത്, ദിക്ക് മാറ്റി കൊടുക്കാം. ഇത് പടിഞ്ഞാറോട്ട്, അത് വടക്കോട്ട്, ഓഫീസ് മോഡി ചെയ്യാം. ഇപ്പോൾ നമുക്ക് അറിയാം ഈ വാസ്തു ഒരുപാട് എന്താണ് ഇപ്പം പ്രചാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേടിയതാണ്. സർ, ഈ വിദേശത്ത്, അതായത് പ്രത്യേകിച്ച് UAE ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് വാസ്തു? പണ്ട് കാലത്ത് അവിടെ ഒന്നും പിന്നെ അറബ് രാജ്യങ്ങളിലൊന്നും തന്നെ ദുബായിലോ അബുദാബിയിലോ ഷാർജയിലോ ഇവിടെ തന്നെ വാസ്തുശാസ്ത്രം. എന്നാൽ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഒരുപാട് കൺസൾട്ടേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ദുബായിൽ കണ്ടമാനം ആൾക്കാർ ഇപ്പോൾ അവിടുത്തെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അവർ തന്നെ ആയിരിക്കും അവർ ഓരോ സ്ഥാപനത്തിന് അവർക്ക് ഇത് ഒരുപാട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചില കാര്യം അവിടെ പോകുന്നുണ്ട്, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴും വാസ്തുശാസ്ത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. ഇത് അതായത് പ്രകൃതിയുടെ ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അല്ല, നമുക്കൊരു ഈ വാസ്തു എന്നുള്ള സങ്കല്പത്തിനെ ഒരു സിമ്പിളായിട്ട് കണക്കെടുത്താൽ മതി. വാസ്തു ഒരു സിമ്പിൾ, വടക്ക് കിഴക്കേ മൂലഭാഗത്തെ സ്ഥിരവാസ്തു, ചരവാസ്തു, നിത്യവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം, വടക്ക് കിഴക്കേ മൂലഭാഗത്ത് തല, വലത്തേക്ക് തെക്ക് കിഴക്ക്, ഇടത്തേ വടക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ ശയനം കമന്നാണ്. ഇതാണ് എൻ്റെ സങ്കല്പം. ഇതൊരു സങ്കല്പമായിട്ട് കണക്കെടുത്താൽ മതി. വേറെ ഒന്ന് ഞാനൊരിക്കലും തന്നെ അന്ധവിശ്വാസം ആർക്ക് പറഞ്ഞു കൊടുക്കാറില്ല, ചെയ്യാറുമില്ല. ദൈവമായ കാര്യങ്ങളായിരിക്കും അതാ രീതിയിൽ. നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ ഈ ഒരു അയൽവക്കക്കാർ വലിയൊരു വീട് വെച്ചു, അതുപോലെ നമുക്ക് വീട് വയ്ക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധിക്കില്ല. പൈസ ഉണ്ടെങ്കിൽ സാധിക്കും. പൈസ ഇല്ലാത്ത ആൾക്കാർ ആഗ്രഹങ്ങൾ ആയിക്കോട്ടെ, പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് എല്ലാം വാസ്തുശാസ്ത്രപരമായിട്ട് ഉൾക്കൊണ്ട് തന്നെ ഒരു വീട് പണിയണം. ഈ മോഡേൺ രീതിയിലൊക്കെ പെട്ടി പോലെ അടിച്ചുകൂട്ടിയൊക്കെ വെച്ചിരുന്നാൽ, അതുകൊണ്ടാണ് പറയുന്നത് സൂര്യനെ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടും, ഭൗമോർജം, പ്രാപഞ്ച ഊർജം, ലൈറ്റ്നിങ്, എയർ പാസിങ്, ഇതാണ് വാസ്തുശാസ്ത്രം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേറ്റ ശേഷം ഭൂമിയിൽ നിന്ന് വാങ്ങിക്കുന്നത്, പ്രാപഞ്ചവർത്തം മൊത്തമായിട്ട് കിട്ടുന്നുണ്ട്. ലൈറ്റ്നിങ് ചെയ്താൽ സൂര്യൻ്റെ കിരണങ്ങൾ തന്നെയാണ്. അടുത്ത കാറ്റിൻ്റെ ഗതി, എയർ പാസിങ്. ഇതിനെന്തെങ്കിലുമൊക്കെ അപാധം പറ്റുമ്പോഴാണ് വാസ്തുശാസ്ത്രത്തിൽ അപാധം ഉണ്ടാവുന്നത്. അടച്ച് മൂടി വെച്ചിട്ട് ചില വീട് കണ്ടിട്ടുണ്ടോ, ആവശ്യം പോലെ വിൻഡോസൊക്കെ കൊടുക്കും, എന്നാൽ കാണാ ഭംഗിക്ക് വേണ്ടി അവർ വലിയ കർട്ടൻ പിടിച്ചിട്ടിട്ട് അല്പം പോലും നമുക്ക് വെളിയിൽ നിന്നുള്ള സൂര്യപ്രകാശം കടത്താതെ ലൈറ്റ് ഇട്ട് ഉപയോഗിക്കും. ആ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഐശ്വര്യം കിട്ടും? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ദോഷവശങ്ങൾ നമ്മൾ സ്വയം വലിച്ചു വരിക്കുന്നത് തന്നെയാണ്. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു വീടിന് ആരംഭം കുറിക്കുന്നു. എനിക്കൊരു വീട് പണിയണം. അപ്പോൾ ആദ്യമായിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുറ്റിയടി അല്ലെങ്കിൽ ശംഖുസ്ഥാപനം എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് എപ്പോഴാണ് നടത്തേണ്ടത്? അതായത് ശരിയായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് വീടാണ് നമ്മൾ. കോൺക്രീറ്റ് വീടിന് നമുക്ക് കുറ്റിയടി വേണമെന്ന് കേട്ടാൽ വേണമെങ്കിൽ ചെയ്യാം. കാരണം സെറ്റ് ഔട്ട് ചെയ്യുക, ആ പ്ലാൻ വരച്ച വ്യക്തി വന്ന് എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ആരാ പ്ലാൻ വരച്ചിട്ട് സെറ്റ് ഔട്ട് അവർക്ക്, അതായത് നൂല് പിടിച്ച് കറക്റ്റായിട്ട് കെട്ടിയിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മുടെ സ്ഥിരവാസന സങ്കല്പത്തിൽ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്താണ് നമ്മൾ കുറ്റി അടിക്കേണ്ടത്. ആ ഭാഗത്ത് തന്നെയാണ് വെട്ടിയിട്ട് തറക്കല്ലിടുന്നത്. ഇപ്പോൾ കുറ്റി അടിച്ചാലേ തറക്കല്ലിടാവൂ എന്നുള്ള സങ്കല്പം വേണ്ട. അത് വേണം. അങ്ങനെ ആരൂഢത്തിൻ്റെ വീടുകൾ, ക്ഷേത്രത്തിന് ഇപ്പോഴും കുറ്റി അടിച്ചേ പറ്റൂ. തെക്ക് പടിഞ്ഞാറ് ഭാഗം തന്നെ. ഞാൻ സ്ഥിരവാസ്തു കണക്കെടുക്കുകയുള്ളൂ, ചരവാസ്തു കണക്കെടുക്കില്ല. സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ്. ഇല്ല, അതൊന്നും പാടില്ല, അതൊന്നും തെറ്റാണ് കേട്ടോ. അവർക്ക് അത് ശരിയായിരിക്കും, അത് ശരിയല്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗം സ്ഥിരവാസ്തു എന്ന സങ്കല്പത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് കുറ്റി സ്ഥാപിക്കുന്നത്. അവിടെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് വരുന്നത്, അതില്ല ഞാൻ പറയുന്നില്ല, കോളം വർക്ക് നടക്കുമ്പോൾ അവിടെ കൊണ്ട് 8, 10 അവിടെ കൊണ്ട് ഇടാൻ സാധിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ അവസ്ഥ വരണമെങ്കിൽ ഈ പ്ലിന്ത് ബീം പോകുന്ന, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് നിന്ന് വടക്കോട്ട് 7.5 അടി വടക്കോട്ട് മാറ്റിയിട്ട്, അതിന് പണ്ടത്തെ 3 കോല് വടക്കോട്ട് മാറ്റിയിട്ട് ആ പ്ലിന്ത് ബീം പോകുമല്ലോ, അതിനടിയിൽ വരത്തക്കില്ല ശിലാസ്ഥാപനം ചെയ്യാം. അത് ഫില്ലറാണെങ്കിൽ കോളം ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാം. അത് എന്നാൽ കിഴക്കോട്ടല്ല, വടക്കോട്ടാണ്. ചില ആൾക്കാർ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് കിഴക്കോട്ട് പിടിച്ച് അത് തെക്കിൻ്റെ ഭാഗത്തേക്ക് പോകും.
അങ്ങനെയല്ല ചെയ്യേണ്ടത്. വടക്കോട്ട് മാറ്റിയിട്ട് 7.5 അടി വടക്കോട്ട് മാറ്റിയിട്ട് അവിടെ ചെറിയ കുഴി എടുത്ത് അതിൻ്റെ ഉയരം നമുക്ക് കറക്റ്റായിട്ട് പ്ലിന്ത് ബീം പോവും. അങ്ങനെ ചെയ്യാം. പിന്നെ പെട്ടെന്ന് ചില ആൾക്കാർ ഒരു എളുപ്പപ്പണിയുണ്ട് ഇങ്ങനെയുള്ളടത്ത് നടുക്കിട്ട് കളയും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറിയുടെ നടുക്കിട്ട് കളയും. കാരണം ഈ കുറച്ച് ജോലിയുണ്ട് പ്ലിന്ത് ബീമിൻ്റെ അളവൊക്കെ എടുക്കാൻ. അത് ചെയ്യരുത്. നമുക്ക് ഇതിങ്ങനെ തന്നെ ചെയ്യണം. ഈ ഒരുപാട് ആൾക്കാർക്ക് എളുപ്പ വഴി കൂടെ ചില സൂത്രപ്പണികളുണ്ട്, അത് ഒരിക്കലും നല്ലതല്ല. ഇപ്പോൾ ഒരു വീട് പണിത് നമ്മൾ ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിൽ നമ്മൾ കട്ടിലിട്ട് എങ്ങോട്ടാണ് ശിരസ് വെച്ച് കിടക്കേണ്ടത്? അത് പണ്ടും അന്നും ഇന്നും സൗത്ത് ഓർ ഈസ്റ്റ്, ഒന്നുകിൽ തെക്കോട്ട് തല വെച്ച് കിടക്കണം, അല്ലെങ്കിൽ പലർക്കും എന്തോ വിശ്വാസമുണ്ട് തെക്കോട്ട് തല വെച്ച്. അത് പറയാം, ഞാൻ പറയണ ഒന്നിൽ തെക്കോട്ട് തല വെച്ച് കിടക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കണം. തെക്കോട്ട് തല വെച്ച് കിടന്നിരുന്നാലാണ് ഏറ്റവും ഉത്തമം. രണ്ടാം സ്ഥാനം കിഴക്ക് തന്നെയാണ്. ഒരിക്കലും തന്നെ വടക്കോട്ടും വയ്ക്കരുത്. നിങ്ങൾ നേരത്തെ പറയാം മാഗ്നറ്റ് പവർ കിട്ടും. രണ്ടാമത് ഈ പിന്നെ പടിഞ്ഞാറ് തല വെച്ചെടുത്ത് ഭൂമിയുടെ റൊട്ടേഷൻ പടിഞ്ഞാറ് വടങ്ങി ഒരു പ്രഷർ ഏൽക്കും. അതൊരിക്കലും അത് നല്ലതല്ല. അപ്പോൾ തെക്കോട്ട് തല വെച്ച് കിടന്നാൽ ദക്ഷിണ ധ്രുവം തെക്കാണ്. അവിടെ നിന്ന് കാന്തി വരെയും കാന്തി ശക്തി നമ്മുടെ ഹെഡിൽ ബന്ധപ്പെട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മൾ നല്ല ആക്റ്റീവായിരിക്കും രാവിലെ ഉറക്കൊഴിക്കാനൊക്കെ. പിന്നെ തെക്കോട്ട് തന്നെ നമുക്ക് വലത്തോട് തിരിഞ്ഞ് എണീക്കാനും സാധിക്കും. അങ്ങനെ പല അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പല കാര്യങ്ങളുണ്ട്. സാമ്പത്യം, ദാമ്പത്യം, ആരോഗ്യം, മാനസിക ഉണർവ്, ഉന്മേഷം. സൗത്ത്. രണ്ടാം സ്ഥാനം ഈസ്റ്റ് തന്നെയാണ്. ഒരു തെക്കോട്ട് തല വെച്ച് കിടന്നിരുന്നാൽ ഒരു പനി തന്നെ വന്നു 10 ഗുളിക കഴിക്കേണ്ടിടത്ത് 5 ഗുളിക കഴിച്ചാൽ മതി. അത് സത്യമാണ്. ആ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ താഴോട്ട് പെട്ടെന്ന് മാറി കിട്ടും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മറ്റ് ഏത് ദിക്കിൽ തല വെച്ച് ഒരിക്കലും തന്നെ വടക്കോട്ടും പാടില്ല, പടിഞ്ഞാറോട്ടും പാടില്ല. തെക്ക് വെച്ച് തല വെച്ച് കിടക്കാൻ നല്ലതാണ്. പിന്നെ നേരത്തെ ചോദിച്ച് പറയാം, തെക്കിനെ പല ആൾക്കാരും പേടിക്കുന്ന കാര്യമാണ്. തെക്കെന്ന് വെച്ചാൽ യമദിക്കാണ്. പറച്ചില്ല കാലൻ്റെ ദിക്കെന്നൊക്കെ വരും. മരണപ്പെട്ടവർ നിങ്ങൾ കിടത്തുന്നത് തെക്കോട്ട് തല വച്ചല്ലേ? ഞാൻ ചോദിച്ചിട്ട് മരണപ്പെട്ടവർ അത് യമദിക്ക് എന്നുള്ള സങ്കല്പത്തിലാണ് ഡെഡ് ബോഡിയുടെ തല അങ്ങോട്ട് വെച്ച് കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യർ തല തെക്കോട്ട് വെച്ച് കിടന്നുകൂടുന്നില്ല. ഇതാണ് ഇതിനകത്ത് വിശ്വാസവും അന്ധവിശ്വാസം ഭയങ്കരമാണ് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും തന്നെ വിശ്വാസമാവാം, അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. ഒരുപാട് കാര്യങ്ങൾ അതാണ്. ഈ ക്ഷേത്ര ദർശനത്തിന് ഒരുപാട്. പിന്നെ ചില അറിവുള്ള ആൾക്കാരോ അറിവില്ലാത്ത ആൾക്കാർ എനിക്ക് പറയാൻ പറ്റില്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയില്ല. ചില ആൾക്കാർ വെറുതെ ആവശ്യമില്ലാത്ത ചില ആൾക്കാർ ക്ഷേത്ര ദർശനം വരുമ്പോൾ പറഞ്ഞ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ശരി. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ സർവ്വവിജ്ഞാന കോശം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എല്ലാം ഉദ്ദേശിക്കുന്നവരായിരിക്കും. അല്ല അതായത് ആയുർവേദം മരുന്ന്, പിന്നെ മറ്റ് അസുഖങ്ങൾക്ക് മരുന്നുകൾ, പിന്നെ അവർക്ക് പിന്നെ നൂലെട്ടിക്ക് കൊടുക്കുക, മന്ത്രതാപം, നല്ല വിവരമുള്ള പോറ്റിമാരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, വിവരം കെട്ടവന്മാരും ഉണ്ട്, നല്ല വിവരമുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഇത് കാരണം അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്നതെന്ന് ചെന്നാൽ ശരിയല്ല. എല്ലാം കൂടെ അതാണ് ഞാൻ പറയുന്നത്, സർവ്വവിജ്ഞാനകോശം അവർ പറയുന്നൊന്നും തന്നെ ഇല്ല. അതായിരിക്കും സാധാരണ പാവങ്ങൾ കേൾക്കുന്നത്. അല്ല സാറേ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ പൂജാരി വർഗത്തിന് ഞാൻ അവരെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയല്ല, അവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എല്ലാം ജ്യോതിഷവും വാസ്തുവും പൂജയും കൈകാര്യം ചെയ്യുന്നതാണ്. അല്ല ഞാൻ പറഞ്ഞത് അവർ ചെയ്തോട്ടെ നല്ല, പക്ഷേ അത് ആധികാരികമായിട്ട് പഠിച്ചെടുത്തൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല. അറിവില്ലായ്മ ഒരു കാര്യം. ഇപ്പോൾ പൂജാരികാരി ഞാൻ പറയില്ല, ഞാൻ പറയും നിങ്ങളിപ്പോൾ ഒരു പൂജാരി കണ്ട അല്ലെങ്കിൽ തന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയില്ല. അറിവില്ലാത്ത കാര്യം നമ്മൾ സംസാരിക്കാൻ പോകരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഒരാളിന് പറഞ്ഞു കൊടുക്കാവൂ. അല്പജ്ഞാനം ആപത്താണല്ലോ. അതാണ് അത് ഞാൻ ഈ ആൾക്കാരാണ് കുറ്റം പറയുന്നത്. അതെ, ഈ ജനങ്ങളാണ് കുറ്റം പറയുന്നത്. ഈ പല അവിടെയാണ് പ്രശ്നം കേട്ടോ. ചില ആൾക്കാർ സത്യം പറഞ്ഞാൽ നല്ലൊരു സമൂഹത്തിൽ നല്ല വിദ്വാന്മാരും നല്ല പോറ്റിമാരും പണ്ഡിതന്മാരുണ്ട്. അവരെ കൂടെ ചീത്തയാക്കത്തക്കൽ എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ ഞാൻ പറയുന്നത്. അവരെ കൂടെ ചീത്തയാക്കത്ത കുറേ എണ്ണം ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല കേട്ടോ. അത് പ്രൈവറ്റ് അമ്പലമായിരുന്നാലും ശരി, ദേവസ്വം ബോർഡ് അമ്പലമായാലും എല്ലാത്തിലും ഉണ്ട്. അതൊരു സൈഡ് ബിസിനസ്സായിട്ട് പോകുന്നുണ്ട്. സാറേ, ഇപ്പം നമ്മൾ ഈ വീടിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് പറയാണ്, ഇപ്പോൾ പൂമുഖ വാതിലിന് നേരെ തന്നെ മറ്റു വാതിലുകൾ വരണം എന്നുള്ളൂ.
അതായത് പണ്ടത്തെ തച്ചുശാസ്ത്രപരമായിട്ട് ആരൂഢത്തിൻ്റെ വീടിന് നേരെ വാതിൽ കൊടുക്കും. കോൺക്രീറ്റിലൂടെ ഒരിക്കലും പാടില്ല. എന്താണെന്ന് പറഞ്ഞാൽ നിന്ന ഊർജ്ജത്തെ വന്ന ഊർജ്ജം തള്ളി വെളിയിലാക്കി കളയും. അതിന് എന്തുകൊണ്ടാണ് ചോദിച്ചിരുന്നാൽ ഈ പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടെന്ന തട്ടിൻ്റെ ഇടയിൽ നിന്ന് ഓട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ അനുകൂല തരംഗങ്ങൾ പ്രാവഞ്ഞോറും താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മളറിയാം. മറ്റേതെല്ലാം തന്നെ വാർപ്പല്ലേ, എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. ചുറ്റുമുള്ള വിൻഡോസും കാര്യങ്ങളും ഡോറിൽ കൂടെയൊക്കെയുള്ള കാറ്റും വെളിച്ചമേ കിട്ടുകയുള്ളൂ. അതൊന്ന്. ഈ രണ്ട് ആരൂഢത്തിൻ്റെ കണക്കും ഉള്ള വീടിൻ്റെ ഇതും ഒരിക്കലും കൂട്ടിക്കലർത്തത്. കോൺക്രീറ്റിലൂടെ ഒരിക്കലും കൂട്ടിക്കലർത്തത്. അതുകൊണ്ടാണ് പറയുന്നത് ചില ആൾക്കാർ പണ്ടത്തെ 4 കെട്ട് ആരൂഢത്തിലൊക്കെ വെച്ച വീടിൻ്റെ ഒരു ഭാഗം ഇടിച്ച് കളയും. അതിൻ്റെ കഴുക്കുകളൊക്കെ അതിൻ്റെ കണക്ക് കൈയട്ടൊക്കെ കണക്കാണ്. അതെല്ലാം അറുത്ത് മുറിച്ച് ദൂരെ കളഞ്ഞിട്ട് കോൺക്രീറ്റിൻ്റെ 2 മുറി കൊണ്ട് ചേർത്ത് തീർന്ന് അതിൻ്റെ ജമ്പം പാടായിട്ട് അതിനകത്ത് തരംഗങ്ങൾ കിട്ടില്ല. ആ കണക്ക് പാടെ പോയി. ആ വീട്ടിൽ ശക്തമായ വാസ്തുദോഷം ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ട് അത് ഇടിച്ച് മാറ്റിയിട്ട് വിധിപ്രകാരം ഇടിച്ച് മാറ്റി കളഞ്ഞിട്ട് നമ്മളൊരു പുതിയ വീട് വയ്ക്കുക, കോൺക്രീറ്റ് വീട് പണിയുക. അല്ലെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ നല്ല അറിവുള്ള തച്ചനെ വിളിച്ച് കാണിച്ചിട്ട് അവരെ നിർദ്ദേശപ്രകാരം വേറെ അങ്ങനെ ചെയ്യുക, കൂട്ടിച്ചേർക്കലോ. അത് ചെയ്യാം. അവിടെയാണ് ഞാൻ തച്ചന് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പണിഞ്ഞിട്ടുള്ള പണ്ട് ആൾക്കാർ അവരെ പിൻതലമുറക്കാരൊക്കെ ഉണ്ട്. അവരെ വിളിച്ചിട്ട് കാണിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് 2 മുറി ഇങ്ങോട്ട് കിടക്കാം. പിന്നെ ഈ മുറി ഇറക്കുക എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഇപ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമുക്ക് തെക്ക് ഭാഗത്തേക്ക് തള്ളി കൊടുക്കേണ്ട കാര്യങ്ങൾ. തെക്ക് ഭാഗത്തേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്നാൽ കിഴക്ക് ഭാഗവും വടക്ക് ഭാഗമൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല. തെക്കും പടിഞ്ഞാറും നമ്മൾ മുറികളെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചാണ് കൊടുക്കുക, വളരെ സൂക്ഷിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ സന്തുലനാവസ്ഥ പോകും. ഇനി ഒരു പ്രധാന സംശയം കൂടെ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഭൂമുഖവാതിലിന് നേരെ ഗേറ്റ് വരാമോ? പാടില്ല. ഉദാഹരണം എന്തുകൊണ്ടാണ്? അതായത് സമ്പത്ത് നിൽക്കില്ല കോൺക്രീറ്റ് വീടിന് സംബന്ധമായിട്ട്. ഞാൻ ആരൂഢത്തിൻ്റെ വീട് പറഞ്ഞില്ല. കോൺക്രീറ്റ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ ഇപ്പോൾ കിഴക്ക് ദർശനോടെ നിൽക്കുന്ന വീടാണെങ്കിൽ പ്രധാനപ്പെട്ട വാതിൽ അല്പം ഇടത്തോട്ട് മാറ്റി കൊടുക്കണം. ഞാൻ 4 പറഞ്ഞുതരാം, ആരെങ്കിലും മനസ്സിലാക്കിയോട്ടെ. അല്ല, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് സാർ പറയേണ്ട ഒരു ആൻസറും കൂടെ, ഇപ്പോൾ ഓരോ മൂലകളിലും ഗേറ്റ് വരുന്ന, ഇപ്പോൾ മതിലിൻ്റെ ചേർത്ത് ഗേറ്റ് ഇടുന്ന ആൾക്കാർ പാടില്ല. അതങ്ങ് വിശദീകരിച്ചാൽ. അതെ. അതായത് നമുക്കിപ്പോൾ കിഴക്ക് ദർശനോടെ നിൽക്കുന്ന വീടാണ്. ഞാൻ അതിൻ്റെ വിധിപ്രകാരം നമുക്ക് ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്. അതായത് കിഴക്കിൻ്റെ വീടിൻ്റെ കറക്റ്റ് മധ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി വരാനാണ് ഉച്ചസ്ഥാനം. അപ്പോൾ ആ ഉച്ചസ്ഥാനത്ത് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കണം. അങ്ങോട്ട് മാറി കൊടുക്കരുത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട വാതിൽ കൊടുത്തിട്ട് നേരെ പിടിക്കാതെ അല്പം ഗേറ്റ് വടക്കോട്ട് മാറ്റിക്കും. പിന്നെ നമുക്ക് വേറെ ആൾക്കാർ അത് ഞാൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. സാർ ഞങ്ങൾക്ക് അവിടെ ഒരു കിണർ വരുന്നുണ്ട്, നമുക്ക് വലിയ ഗേറ്റ് അവിടെ കൊടുക്കാൻ പറ്റില്ല, കാർ ഷെഡ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഗേറ്റ് ആൾക്കാർക്ക് പോയി വരാനൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കൊടുത്തിട്ട് കാറ് ഇറക്കുമ്പോൾ മാത്രം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഗേറ്റ് കൊടുക്കുക. അത് കാറ് ഇറക്കുക, അടച്ചിടുക. അങ്ങനെ ചെയ്യുന്ന തടസ്സമൊന്നുമില്ല. അതുപോലെ തന്നെ സാറേ, ഈ കാർ ഷെഡ് പണിയുമ്പോൾ ഈ മതിലിനോട് ചേർത്ത് ഷീറ്റ് ഇടാൻ പറ്റും? ഇന്നത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ രീതിയിൽ പ്രവണത കണ്ടുവരുന്നത്. പിന്നെ അതിന് നമുക്ക് കൂടുതൽ കുറ്റം പറയുമ്പോൾ വീടോട് ബന്ധമില്ല, വീടോട് ചേരുന്നില്ല. വീടിൻ്റെ ഒരു യാതൊരുവിധ കണക്കും കാര്യങ്ങളും ഇല്ലാതെ വീടിനോട് ചേർത്തെടുക്കുന്നത് ആപത്തിലേക്ക് പോകും. മതിലാകുമ്പോൾ ചുറ്റുമതിലാണ്, അതിൻ്റെ പകുതി ഭാഗം തൊട്ടപ്പുറത്തും കൂടെ അനുഭവിച്ചോളൂ. ഒരു മതിലാകുമ്പോൾ നമുക്ക് മാത്രമല്ല ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ, ഒരു നാണയത്തിൻ്റെ 2 സൈഡെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇപ്പോഴും 5 സെൻറ്റിനകത്തൊക്കെ ഒരു വീട് വയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ട് ഇടാൻ വലിയ ബുദ്ധിമുട്ട് പ്രത്യേകമായിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഷീറ്റ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണത കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാസ്തുശാസ്ത്രം എല്ലാം വരണമെങ്കിലത്തേയും കടുംപിടുത്തം നമുക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എല്ലാവർക്കും ഉള്ളതാണ്, പൂജാമുറി അത്യാവശ്യമാണോ? ആണെങ്കിൽ എവിടെ വരണം പൂജാമുറി? പൂജാമുറിക്ക് പണ്ടും അന്നും ഇന്നും ആദ്യരമസ്ഥാനം ഒന്ന് തന്നെയാണ്. വടക്ക് കിഴക്ക് മൂല, ഈശാന കോണ്, ദൈവത്തിൻ്റെ സ്ഥാനം, വാസ്തുമണ്ഡലം, വാസ്തുവിൻ്റെ തല വരുന്ന ഭാഗം, എല്ലാത്തിനും കൊണ്ട് ഊർജ്ജ കേന്ദ്രം, എല്ലാത്തിൻ്റെ അനുകൂലമായ തരങ്ങൾ വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് പറ്റുമെങ്കിൽ
അതിനുള്ള സൗകര്യം പ്ലാനിലെല്ലാം കറക്റ്റായിട്ട് ആ ഭാഗത്ത് നമുക്ക് പൂജാമുറി എടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഭാഗത്ത് പൂജാമുറി എടുത്തിട്ട് പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്ന കിഴക്കോട്ടും നമുക്കാണ് ഊർജം കിട്ടേണ്ടത്. അമ്പലത്തിൽ ദേവന് പ്രാധാന്യം, വീട്ടിൽ മനുഷ്യന് പ്രാധാന്യം. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവാലയവും നമുക്കിപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ദർശനം ഇരിക്കുന്നത് എങ്ങോട്ടൊക്കെയാണ്? കൂടുതലും കിഴക്ക്. അമ്മ ദേവിയൊക്കെ കൂടുതലും വടക്കോട്ട്, പിന്നെ പടിഞ്ഞാറോട്ട് ശിവനും പല പല ഉണ്ട്. ദക്ഷിണമൂർത്തിക്ക് തെക്കോട്ട്, മഹാഗണപതിക്കും തെക്ക് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം, ഈ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, വടക്കിഴക്കേ മൂലഭാഗത്ത് അല്ല പൂജാമുറി, വടക്കിഴക്കേ മൂലഭാഗത്ത് പൂജാമുറിക്ക് കൊടുക്കാൻ സൗകര്യം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ കിഴക്കിൻ്റെ മറ്റ് ഇതര ഭാഗങ്ങൾ കൊടുക്കാൻ തടസ്സമില്ല, കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാർ കിഴക്കിൻ്റെ ഭാഗത്ത് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ആ ഗ്രഹാന്തരീക്ഷത്തിന് അനുസരണമായ രീതിയിൽ പൂജാമുറി കൊടുക്കാൻ വ്യവസ്ഥയുണ്ട്. പിന്നെ പൂജാമുറിയായിട്ട് ക്രമീകരിക്കണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഒരു ചെവരും ഇതും ഒരിക്കലും വരരുത്. അടുക്കളയൊന്നും നിയമ തടസ്സമില്ല. അടുക്കളയ്ക്ക് ആരോഗ്യ കേന്ദ്രമാണ്, അടുക്കളയ്ക്കും പൂജാമുറിയും ഒരേ പവറാണ് കൊടുക്കുന്നത്. നമ്മുടെ മനുഷ്യാര ചന്ദ്രയിലെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല സാർ, അത് പറഞ്ഞപ്പം പണ്ടുള്ളവർ ഈ അടുപ്പ് കത്തിക്കുന്നത് തന്നെ ഗണപതിയെ സങ്കല്പിച്ച് അതിനകത്ത് അല്ലേ, അങ്ങനെ ആണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ചൊട്ടെ ഈ കൽക്കട്ട, ബോംബെ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ വാടക വീട് ഇങ്ങനെ ഒരു മുറി അല്ലെങ്കിൽ അവർ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും കിടക്കണ ആ ഒരു ഭാഗം ആഹാരം പാകം ചെയ്യണം, ടോയ്ലറ്റ് അവിടെ തന്നെ അവർ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കണം, എല്ലാം അവർ കാണുന്ന ആ ഒരു ലോകം അത്രയേ ഉള്ളൂ. അവിടെയൊന്നും മനുഷ്യർ ജീവിക്കുന്നില്ലേ ഇല്ലേ? അവിടെ നമുക്ക് വിശാലമായ സൗകര്യം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പൂജാമുറിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളും ചെയ്യാം. പൂജാമുറിക്കൊന്നും തന്നെ നമുക്ക് സ്ഥലമില്ല, ഒരു സ്റ്റാൻഡ് വയ്ക്കാം. അതാണ് ഞാൻ റെഡിമെയ്ഡ് ഇപ്പോൾ പൂജാമുറികൾ ഒത്തിരി കാണുന്നുണ്ട്. എനിക്കൊരു അഭിപ്രായം ഉള്ളത്, അതൊരു കിളിക്കൂടാണ്. കിളിക്കൂട് വയ്ക്കണേക്കാട്ട് നല്ലത് ഒരു സ്റ്റാൻഡ് വെച്ച് ഓപ്പണായിട്ട് സ്റ്റാൻഡ് വെച്ച് കത്തിക്കാനാണ് ഏറ്റവും പോസിറ്റീവ് എനർജി. അങ്ങനെ വെച്ച് കത്തിച്ചിരുന്നാൽ സന്ധ്യയ്ക്കായിരുന്നാലും രാവിലെ ആയിരുന്നാലും വിളക്ക് കത്തിക്കുകയും ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യാം. കുറച്ചുകൂടെ എനർജി ഫ്ലോ കിട്ടുന്നത് ഈ ഓപ്പണായിട്ട് കത്തിക്കുന്നതാണ്. സാർ, ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇപ്പം സാറിൻ്റെയൊക്കെ ഈ കാലത്ത് വളരെ നന്നായിട്ട് നമുക്കറിയാം, ഈ അകത്തുനിന്ന് ദീപം കത്തിച്ച് ദീപം എന്ന് പറഞ്ഞ് ഉമ്മറത്ത് വയ്ക്കുന്നത്, വിളക്ക് കൊണ്ടുവയ്ക്കും. അങ്ങനെ വെക്കുന്നത് അത് ഇന്നും കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് കേരളത്തിൽ സിറ്റിക്ക് ട്രിവാൻഡ്രത്തൊക്കെയാണ് ഏറ്റവും ഇല്ലാത്ത, ഇന്നും അത് നടക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ എല്ലാം ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ലക്ഷ്മി വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ലക്ഷ്മി വിളക്ക് കത്തിക്കുമ്പോൾ അതിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് രാവിലെ കത്തിക്കുകയാണെങ്കിൽ തീനാളം കിഴക്കോട്ട് തിരിച്ചു വയ്ക്കണം, സൂര്യൻ്റെ കണക്ക്. നമുക്കൊരു കോള്. ഹലോ, നമസ്കാരം പറയൂ സാറിൻ്റെ ചോദിച്ചോളൂ. ഞാൻ കുറച്ച് സാർ ചോദിച്ച ചോദ്യം തന്നെ, മുറി നമ്മളെ കിടക്കുന്ന ബെഡ് കിടക്കുന്നില്ല, കട്ടില് കിടക്കുന്ന സ്ഥലത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പറയൂ. ഞാൻ അതിനെ കുറിച്ച് ഞാൻ തെക്കോട്ട് തല വെച്ച് കിടക്കുന്നതുകൊണ്ട് തെക്കോട്ട് തല വെച്ച് കിടക്കാനാണ് നല്ലത്. ഞങ്ങളിപ്പോ കിടക്കുന്ന കിഴക്കോട്ടാണ് കിടക്കുന്നത്. അത് ദോഷമൊന്നുമില്ല കേട്ടോ. കിഴക്കോട്ട് തല വെച്ച് കിടന്നുകൂടെ ആരും പറയില്ല കേട്ടോ. നിങ്ങൾക്ക് പിന്നെ കിഴക്കോട്ടോ തെക്കോട്ടോ തല വെച്ച് കിടക്കാം. പക്ഷേ ആധികാരികമായിട്ട് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വലിച്ചു പിടിച്ച് ഇപ്പുറത്തെ തെക്കൊന്നും ആക്കേണ്ട കാര്യമില്ല. സുഖപ്രദമായ കാര്യങ്ങളും നിങ്ങൾക്ക് വേറെ കിടപ്പിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതിന് അങ്ങനെ ആയിക്കോട്ടെ. എന്തെങ്കിലും അപാകത തോന്നുന്നെങ്കിൽ തെക്കോട്ട് വെച്ച് കിടക്കുക കേട്ടോ. നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആകുമാനമുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അത് ആരെങ്കിലും അറിയത്തക്ക ഒരാൾ വിളിച്ച് കാണിച്ചാൽ അവർ പറഞ്ഞു കേട്ടോ. പരിശോധിപ്പിക്കുക. അത് കാണിച്ചാൽ നിങ്ങൾക്ക്, കാരണം കന്നിമൂല ഭാഗത്ത് വീടിനെ മൊത്തമായിട്ട് അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഫക്റ്റ് ആവും കേട്ടോ. ഒരു വീടിൻ്റെ പോസിറ്റീവ് എനർജി കിട്ടുന്നത് നമുക്ക് കുറച്ച് ദിവസം പണിയുണ്ട്, പിന്നെ കുറച്ച് ദിവസം പണി കാണത്തില്ല, പിന്നെ ഒരു രീതിയിലൊന്നും പ്രശ്നമില്ല. എന്നാലും നമുക്കൊരു എനർജറ്റിക് ഒരിക്കലും ഒരു വരുന്നില്ല. അത് അവിടെ എന്താ ചെറിയ ഒരു കുഴപ്പമുണ്ട്. അത് അറിയത്തക്കവരെ വിളിച്ച് കാണിച്ചാൽ അവർ നിസ്സാരമായിട്ട് മാറ്റിത്തരും കേട്ടോ. അറിയത്തക്കവരെ വിളിച്ച് കാണിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ശരി, ഓക്കെ. സാറേ, നമ്മൾ ഒരുപാട് സംശയ നിർവൃതികൾ വരുത്തി. ഇനിയും ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്.
ചോദിക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ സംശയം, വാസ്തുവിൻ്റെ സംശയം എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഒത്തിരി സംശയമുണ്ട്. തീരില്ല ഒരിക്കലും നമുക്ക് പഠിച്ചാലും തീരില്ല. അതെ, ഇത് കണക്കാണ്, മാത്സ് ആണ്. ഈ പരീക്ഷ എഴുതി ഇപ്പോൾ ഇഗ്നോയുടെ സെൻട്രൽ എന്തെന്നാലേ ഒരു 10% പോലും ആൾക്കാർ പാസ്സാകുന്നില്ല. അതാണ് ഒരു പാട്. അല്ല സാർ, ഇതിനകത്ത് ജ്ഞാനമില്ലെങ്കിൽ പാസ്സാവാൻ ബുദ്ധിമുട്ട്. കണക്കാണ് എല്ലാം വേണം. ഈ ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ ബുക്ക് തന്നെ മറ്റേ കൈക്കണക്ക് പുസ്തകമല്ലേ ശരിക്കും വാസ്തുവിലുള്ള പുസ്തകം. ഞാനാണ് ജനകീയമായിട്ട് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ 5 ടെസ്റ്റ് ഞാൻ എഴുതാം. അത് ജനങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇനിയും മറ്റൊരവസരത്തിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ദീർഘമായി സംസാരിക്കാം. പ്രേക്ഷകരുടെ പ്രാതിനിധ്യത്തോടു കൂടി തന്നെ. ഇതുവരെ സംശയ നിവൃത്തി തന്ന മുരളി സാറിന് വളരെയധികം നമസ്കാരം.